പാർവണരൂപസമാനമോകവും പാർവതിയും ഗണേശ്വര ദേവ പാർവണരൂപ സമാനമോകവും പാർവതിയും. ആത്മൻ സഫാരിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിനകത്തും പുറത്തും ഭാഗവത പാരായണങ്ങളിലൂടെ നിരവധി അനവധി പ്രശസ്തികളിലെത്തിയിട്ടുള്ള രണ്ട് മഹിളാ രത്നങ്ങളെയാണ്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. അപ്പോൾ സ്മാർട്ട്പെൻ സഫാരിയുടെ പ്രിയ പ്രേക്ഷകരെ, ഇതാണ് നമ്മൾ തേടിയിരുന്നത്. കേരളത്തിനകത്തും പുറത്തും നിരവധി അനവധി ക്ഷേത്രങ്ങളിൽ ഭക്തിസാന്ദ്രമാക്കിയ ഭാഗവത പാരായണത്തിൻ്റെ ഇപ്പം നിറഞ്ഞിരിക്കുന്ന സാന്നിധ്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാനിപ്പോൾ 18 വർഷം കൊണ്ട് ഇപ്പൊ ഈ ഭാഗവത പാരായണ ഫീൽഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പുറത്തും പാരായണം ആ ഒരു വഴിയിലേക്ക് എത്തിപ്പെട്ടു. അപ്പം നിങ്ങൾ തമ്മിലുള്ളൊരു ആത്മബന്ധം കൂടി ഇപ്പൊ ഇതിനകത്ത് വന്നിട്ട് നിറ സ്റ്റേജുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. നിരവധി അനവധി ക്ഷേത്രങ്ങൾ ഇപ്പൊ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പ്രോഗ്രാം ഒന്നും ഇപ്പൊ ഈ ഭാഗവത പാരായണത്തിന് പറയാൻ പറ്റില്ല. ഭാഗവത പാരായണത്തിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു ആത്മീയതയുടെ ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആണ്. അതിനകത്തിലെ നമ്മളൊരു പാരായണം തീരുന്നിടം വരെ നമ്മളൊരു ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നൊരു പ്രവണതയെന്ന് തന്നെ പറയാം ആണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാൻ പറ്റി, അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഈ ഭാഗവത പാരായണം ആയതുകൊണ്ടാണ് നിങ്ങളെയും നമുക്കൊരു സുഹൃത്തായിട്ട് കിട്ടിയത്. അപ്പം കേരളത്തിന് പുറത്ത് ഒരുപാട് പോകാൻ ആഗ്രഹിച്ച വേദികളുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഈ ഒരു 5-6 മാസം കൊണ്ട് ഫുള്ള് കേരളത്തിന് പുറത്ത് പോയി അവിടെ ക്ഷേത്രങ്ങളിൽ സപ്താഹം ചെയ്തു. അപ്പം അത് ഒക്കെ ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് പൗരാണികരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇത് പഠിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഒരുപാട് ഗുരുക്കന്മാർ നമുക്കുണ്ട്. ഈ ഒരു ഭാഗവത കർമ്മരംഗത്ത് നിന്ന് ഒരുപാട് ഗുരുക്കന്മാരെ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു സന്തോഷത്തില്ല. അപ്പം നമ്മൾ ഈ പാരായണം ആദ്യമായി നമ്മൾ അഭ്യസിച്ചതിനൊരു ഗുരു കാണുമല്ലോ. എൻ്റെ ഗുരു എൻ്റെ അച്ഛനാണ്. അച്ഛൻ വർഷങ്ങളായിട്ട് പാരായണ രംഗത്ത്. അതെ, പാരായണ രംഗത്ത് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഭാഗവതം വാങ്ങി തന്നു. അപ്പം ഒരു ഗുരുവായിട്ട് ഞാൻ ആ സ്ഥലത്ത് എൻ്റെ അച്ഛനെ കണ്ടു. അന്ന് പഠിപ്പിക്കാൻ ആർക്കും ഒരു താല്പര്യക്കുറവായിരുന്നു. പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പൗരാണികരെ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ തന്നെ. പക്ഷേ അന്ന് അവർക്കാർക്കും താല്പര്യമില്ല വെച്ചവർക്ക് സമയമില്ല. അപ്പം അതുകൊണ്ട് അതൊരു ചലഞ്ചായിട്ട് എടുത്തു. അങ്ങനെ പിന്നെ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും ഈശ്വരൻ ആ വിളി കേട്ടു. ഇപ്പുറത്തും മറിച്ചെല്ലാവർക്കും അനുഭവം എന്ന് തോന്നുന്നു. ഗുരു. അപ്പൊ ആ ഗുരുസ്ഥാനത്ത് നിന്നിട്ട് നമ്മൾ തുടക്കം വെച്ചിട്ട് ഇപ്പൊ എണ്ണിയാൽ ഒടങ്ങാത്ത ക്ഷേത്രങ്ങൾ നമ്മളിപ്പോ കയറി ഇറങ്ങേണ്ടി വന്നു. അപ്പൊ ഈശ്വരന്റെ വലിയൊരു കടാക്ഷം. ഒരുപാട് ഗുരുക്കന്മാരെ നമ്മൾക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയും ഇപ്പോൾ വരുന്ന തലമുറകളിലൂടെ, അതായത് ചെറിയ വളർന്നു വരുന്ന ആൾക്കാരുടെ ആത്മീയപരമായ ഒരു കാര്യങ്ങളിലേക്ക് എത്തുവാൻ നമുക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ്? നമ്മൾക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു തലമുറ നമ്മളുടെ പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം മാറി ഈ ഒരു ഈശ്വര ചിന്തയിലേക്ക് എത്താനെ കൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ, ഈ സപ്താഹം നടക്കുന്നിടത്ത്, അതുപോലെ തന്നെ കീർത്തനങ്ങൾ നടക്കുന്നിടത്തൊക്കെ പോയിരുന്ന് ഭഗവത് മഹാത്മ്യങ്ങൾ കേൾക്കുക, ആചാര്യ പ്രഭാഷണങ്ങൾ കേൾക്കുക. അങ്ങനെ ഒരുപാട് പ്രഭാഷണങ്ങൾ, ഭക്തിപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക. അപ്പം അതൊക്കെ ഒരുപാട് നന്മയിലേക്ക്, ഈ തിന്മ വിട്ടിട്ട് നമുക്ക് നന്മയിലേക്ക് നയിക്കാനെ കൊണ്ട് സാധിക്കും. അപ്പം നമ്മളിപ്പം കേരളത്തിനകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങൾ, രണ്ടുപേരും കൂടെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഒരുപാട് ഭാഗവത യജ്ഞങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അതെ. നമുക്ക് മറക്കാനാകാത്ത ഒരു ക്ഷേത്ര സന്നിധി അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അങ്ങനെ മറക്കാനാകാത്ത ഒരു ക്ഷേത്രത്തിന്റെ പേര് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളും ദൈവവുമായി അടുത്ത് നിൽക്കുക, എല്ലാവരുമായിട്ട് അടുത്ത് നിൽക്കുകയാണ്. ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് ഓരോ മുന്നേറ്റങ്ങളാണ്. ഭഗവാനുമായിട്ട് അടുത്ത് നമ്മൾ ലയിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മള് വളർന്നു വരുന്ന തലമുറയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതാത് ദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പഠന ക്ലാസ്. അപ്പം നമ്മൾ പറയുമ്പോൾ അതാത് ആചാരങ്ങളെ പിന്തുടർന്ന് പോവുക. കാരണം ഇനിയും വരുന്ന പുതുതലമുറ നശിച്ചു പോകാതിരിക്കാൻ.
ഇത് അറിയാൻ ശ്രമിക്കണം, എങ്കിലേ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ അതിന് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. അതാത് ദേശത്ത് തന്നെയുള്ള നമ്മുടെ ക്ഷേത്രങ്ങളിൽ തന്നെ അതിനുള്ള ഒരു പഠന ക്ലാസ് ഒരുക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ ഇപ്പം എല്ലാ കുഞ്ഞുങ്ങളെയൊന്നും നമുക്ക് കിട്ടാറില്ല. അത് തന്നെ ഇപ്പോഴത്തെ വരുന്ന തലമുറ ഒരു 10-15 വയസ്സാകുമ്പോഴത്തേക്കും എല്ലാവരും ഇല്ല കേട്ടോ, ഒരുപാട് തലമുറകൾ വഴിതെറ്റി മറ്റൊരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ദൈവസന്നിധി നമ്മളിപ്പോൾ പറയുന്ന പാരായണം അല്ലെങ്കിൽ ഒരു ക്ഷേത്ര സന്നിധി അവരൊരാരാധിക്കുന്ന മതങ്ങളിലേക്ക് നമ്മൾ കുറച്ചെങ്കിലും ശ്രദ്ധ ഭഗവാനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇനിയും വരുന്ന ഭാവി തലമുറ രക്ഷപ്പെടുമെന്നാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഭാഗവത പാരായണം എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് നേരം നിങ്ങളുടെ പാരായണം ഞങ്ങൾ ഒന്ന് കേൾക്കുകയുണ്ടായി. അപ്പം നല്ല ശ്രവണമനോഹരമായ പാരായണമാണ്. അപ്പോൾ പഴയ തലമുറയിൽ പണ്ടത്തെ ആൾക്കാർ ഇപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പോലും വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. ഉണ്ടല്ലേ? ഒരുപാട് വിമർശനങ്ങളുണ്ട്. പക്ഷെ അതല്ല, അത് കേൾക്കുന്ന ആ പാരായണം ശ്രവിക്കുന്ന പ്രേക്ഷകരും അതിൽ ലയിക്കുന്ന ഭഗവാനുമാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ അടുത്ത പാരായണം എവിടെ നടത്തണം എന്നുള്ളത്. അത് ജനങ്ങളും ഭഗവാനുമാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ വേദികളിൽ നിന്ന് വേദികളിലേക്ക് നിങ്ങളിങ്ങനെ പ്രയാണം നടത്തുകയാണ്. ഇപ്പോൾ നമ്മളുടെ ടീം നിങ്ങളെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കാണുന്നത് ഒരു പാരായണ സ്ഥലത്തു നിന്നാണ്. അപ്പം അതിമനോഹരമായ പാരായണമാണ്. അപ്പോൾ വിമർശിക്കുന്നവരെന്നും വിമർശിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടേതായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൂടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് രണ്ടുപേരും വളരെയധികം ഹാപ്പിയാണല്ലേ? തീർച്ചയായിട്ടും. അത് മെയിനായിട്ട് ശരണ്യ ജയരാജ് ആവണേശ്വരം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ സമൂഹ മാധ്യമങ്ങൾ അറിയുന്നത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൂടെയാണ്. ഞങ്ങൾ രണ്ടുപേരല്ല, എന്നെ കുറച്ച് നമ്മളുടെ കൂടെ പാരായണം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെ ആയാലും അറിയപ്പെട്ടത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതപ്പോൾ നമുക്ക് ഒരുപാട് സഹായമാണ് ഈ സോഷ്യൽ മീഡിയ ചെയ്തത്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടാത്ത ഒരു പൗരാണികയായി നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഒന്നായിരുന്നു. ഈ സോഷ്യൽ മീഡിയ നമുക്കതിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഒരു പൗരാണികയാണ്, മറ്റുള്ള ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് വിളിച്ചു തുടങ്ങി. അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് വിമർശനങ്ങൾ ഇതിൽ വന്നു. സോഷ്യൽ മീഡിയ വഴി അങ്ങനെ പാരായണം ചെയ്യുന്ന എന്തിനാണ്, വീഡിയോയിൽ കാണിക്കുന്ന എന്തിനാണ്, അങ്ങനെ ഒരുപാട് പരാമർശങ്ങളുണ്ട്. അതിനെ പഴയ ഒരുപാട് പാരായണക്കാർ അവരെ അന്നും ഇന്നും എന്നും നമ്മൾ ബഹുമാനിച്ചിട്ടാണ് ഈ ഒരു ഭാഗവത പാരായണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അവരോടെല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഇപ്പം കഴിഞ്ഞ തലമുറയുടെ ആ ഒരു കാലം കഴിഞ്ഞാലും ഇനിയും വരുന്ന തലമുറകൾ ഈ ഒരു ഭാഗവത പാരായണം, ഭജൻസ്, നാമസങ്കീർത്തനം, ആധ്യാത്മിക ക്ലാസ്, അങ്ങനെ ആ ഒരു പഠന ക്ലാസ് എന്നതിലൂടെയൊക്കെ ഒരുപാട് മുന്നേറിയാൽ ഒരുപാട് നല്ല നല്ല കർമ്മരംഗത്ത് നമുക്ക് എത്താൻ പറ്റും. അതിലൂടെ ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം, സാമീപ്യം ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഞങ്ങളിപ്പോൾ അത് അനുഭവിച്ചറിയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്ക വീട്ടുകളിൽ ചെന്ന് കഴിഞ്ഞാലും സന്ധ്യ ആയി കഴിഞ്ഞാൽ ഭക്തി സീരിയലുകളാണ്. അപ്പോൾ അതിന് പറ്റാത്തവർ ഇപ്പം TV കാണാൻ സമയമില്ലാത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയയിൽ കൂടെ വളരെയധികം ആൾക്കാരുടെ മനം കവർന്നിട്ടുള്ള 2 ഭാഗവത പാരായണത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത്രയും സെർച്ച് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എളിമ, ലാളിത്യം, ഭാഗവത പാരായണത്തിലുള്ള കഴിവ് അത് ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞ് അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു പ്രയാണമായിരിക്കും ഇനിയും വരുന്ന സമയം. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം കേരളത്തിന് പുറത്തായിട്ട് അനവധി പാരായണങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടുപേരും കൂടെ. ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയെന്ന് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഫസ്റ്റ് നമ്മൾ പോയത് ഗാന്ധിനഗർ അഹമ്മദാബാദിലെ ഗാന്ധിനഗറിലാണ് ഫസ്റ്റ് സപ്താഹം ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് അവിടെ ഉള്ളവർ തന്നെ കണ്ടിട്ട് പിന്നെ ഒരു 4 വേദിയും കൂടെ അവിടെ തന്നെ കിട്ടി. ഒന്ന് ബറോഡയിലായിരുന്നു രണ്ടാമത്. പിന്നെ മൂന്നാമത് പോയത് സൂറത്ത് അയ്യപ്പ ക്ഷേത്രം, പാണ്ഡേശ്വര അയ്യപ്പ ക്ഷേത്രം. പിന്നെ ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ മാസം പോയിട്ട് വന്നത് സബർമതിയിൽ. അപ്പം ഈ ഒരു 4-5 വേദി. പിന്നെ മഹാരാഷ്ട്രയിൽ ബദലാപൂരിൽ രാമഗിരി ആശ്രമത്തിൽ. അപ്പോൾ അങ്ങനെ 5 വേദി നമ്മൾ കേരളത്തിന് പുറത്ത് ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹം എന്ന് മാത്രം പറയാം. അപ്പോൾ ഇനിയും നമ്മൾ കേരളത്തിലായാലും പുറത്തായാലും അനവധി ക്ഷേത്ര സന്നിധികളുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ഒരു സന്നിധിയിലേക്ക് ചെന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് വലിയൊരു അടങ്ങാത്ത ആഗ്രഹം ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും.
അത് അങ്ങനെ ഒരു സന്നിധി പറയാം. അത് അങ്ങനെ ഒരു സന്നിധി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും മനസ്സിൽ ഓടിയെത്തുന്ന ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ ഒരു ദിവസമെങ്കിലും ഒരു വരിയെങ്കിലും അവിടെ ഇരുന്ന് പാടണമെന്നൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. അപ്പോൾ സർവേശ്വരനും ഗുരുവായൂർ ആ ട്രസ്റ്റും അതിന് വേണ്ട ഒരു സൗകര്യം ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടെങ്കിൽ, ഭഗവാനെ അറിഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നടക്കും. അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്നൊരു വിളി, ആ സന്നിധിയിൽ ഒരു വരിയെങ്കിലും മൂളാനൊരു അവസരം കിട്ടും. ആ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇനിയും ആവണി, അശ്വതി എന്നുള്ള 2 മംഗളാരത്നങ്ങളുടെ വീട്ടുവിശേഷങ്ങൾ നമുക്കൊന്ന് അറിയാം. ആരൊക്കെയുണ്ട് വീട്ടിൽ? എൻ്റെ വീട്ടിൽ ഹസ്ബൻഡുണ്ട്, 2 മക്കള്. 2 മക്കള്. ജയരാജ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അദ്ദേഹം ഇലക്ട്രീഷ്യൻ വർക്ക്, പ്ലംബിങ്, വയറിങ്, ഈവൻറ്റ് മാനേജ്മെൻറ്റ്, അദ്ദേഹം അതിൻ്റെ എല്ലാം വർക്ക് ചെയ്യുന്നു. 2 പെൺമക്കളാണ്. അമയ, ഇളയമോളുടെ പേര് അനാദ്യ. മൂത്ത മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയമോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, ആങ്ങള, നാത്തൂൻ എല്ലാവരും ഉണ്ട് വീട്ടിൽ. എല്ലാവരും ഹാപ്പിയാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിലും എല്ലാവരും, അച്ഛൻ, അമ്മ, അനിയത്തി, അനിയൻ, കുഞ്ഞ്, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകണം. വീട്ടില് 2 മക്കള്, അച്ഛനും അമ്മ, 2 മക്കള്, 2 പെൺമക്കളാണ്. ഹസ്ബൻഡ് ഇപ്പം 2 വർഷമായി മരിച്ചു. അപ്പൊ എനിക്ക് പാരായണത്തെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കൊണ്ടാണ് പറയുന്നത്. കാരണം എൻ്റെ ഈ കുടുംബജീവിതത്തിൽ എൻ്റെ മക്കള്, എൻ്റെ ഹസ്ബൻഡ് എല്ലാം ഇവിടെ വരെ എത്തിച്ചത് ഈശ്വരൻ, ഭാഗവതം. എൻ്റെ അപ്പൂപ്പൻ അന്ന് എടുത്തു തന്ന ഭാഗവതമാണ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ഇവിടെ വരെ വഴിയും വെളിച്ചവുമായി. ഇനി അങ്ങോട്ടും ഒരു പ്രയാണമായിരിക്കും. അപ്പം ഹസ്ബൻഡിന് സുഖമില്ലാത്ത ഒരാളായിരുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബം നിലനിർത്തിയത് ഈ ഭാഗവതമാണ്. മൂത്ത മോള് കല്യാണം ഇപ്പൊ കഴിഞ്ഞ്, മോള് നേഴ്സാണ് കിംസില് തിരുവനന്തപുരം. ഇളയ മോള് ഇപ്പൊ നേഴ്സിംഗ് പഠിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു മായായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് ഭാഗവതമായിട്ടുള്ളൊരു അടുപ്പം. പറഞ്ഞാൽ എത്ര പറഞ്ഞാലും നമുക്ക് എന്താ പറയാ, തീരൂല. അച്ഛനും അമ്മയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. കാരണം അപ്പൂപ്പൻ എന്ന് പറഞ്ഞു തന്ന ആ ഒരു വഴി ഇന്ന് ജീവിതം ഒരു നല്ല രീതിയിലേക്ക് എത്തിയപ്പോൾ അച്ഛനും അമ്മയും ഇന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഞാനും മക്കളും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. മോള് കല്യാണം കഴിച്ച് കായംകുളമാണ്. മോൻ്റെ പേര് അബിയാണ്. അബിയുടെ അച്ഛനും പാരായണ ഫീൽഡാണ്. ഒരു ശ്ലോകം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു 2 വരി മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന എന്തെങ്കിലും ഒരു 2 വരി, ഒരു 2 വരി കീർത്തനമായി എന്തായാലും കുഴപ്പമില്ല. ശ്രീ മഹാദേവനെ മനസ്സിൽ സ്മരിക്കുമ്പോൾ മമ ദുഃഖമെല്ലാം ഞാൻ മറന്നു പോകും. ശ്രീ മഹാദേവനെ മനസ്സിൽ സ്മരിക്കുമ്പോൾ മമ ദുഃഖമെല്ലാം ഞാൻ മറന്നു പോകും. അവിടുത്തെ തിരുമുൻപിൽ എത്തുവാനായതെൻ, അവിടുത്തെ തിരുമുൻപിൽ എത്തുവാനായതെൻ പല കോടി ജന്മത്തിൻ്റെ പുണ്യമല്ലോ ദേവ, പുണ്യമല്ലോ. ശ്രീ മഹാദേവനെ മനസ്സിൽ സ്മരിക്കുമ്പോൾ മമ ദുഃഖമെല്ലാം ഞാൻ മറന്നു പോകും ദേവാ, മറന്നു പോകും. പാർവണരൂപസമാനമോകവും പാർവതിയും ഗണേശ്വര ദേവ. പാർവണരൂപസമാനമോകവും പാർവതിയും ഗണേശ്വര ദേവ. സർവായുധനേ ഗർവദോ തീർത്തു, സർവായുധനേ ഗർവദോ തീർത്തു, സർവായുധനേ ഗർവദോ
മഹിത മഹാശയനേ തുണതരണേ മഹിത മഹാശയനേ തുണതരണേ മഹദങ്കാനന ശ്രീ ഗണനാഥ മംഗളമൂർത്തേ മോഹന ഗണപതി ശ്രീ മഹാഗണപതി. അതെ, ഇത് തന്നെയാണ് സ്മാർട്ട് പെൻ സഫാരിയുടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇവരുടെ ഭാഗവത വേദികളിൽ എത്തുന്ന പ്രേക്ഷകർ, അവിടെ എത്തുന്ന വിശ്വാസികൾ ഇവരുടെ പാരായണം കണ്ടിരുന്നു കഴിഞ്ഞാൽ മമദുഃഖങ്ങളെല്ലാം മറന്നു പോകുന്നു. അപ്പം ഇനിയുള്ള വേദികൾ, ഈ രണ്ട് മഹിളാരത്നങ്ങൾ കേരളത്തിനകത്തും പുറത്തും അനവധി വേദികൾ, ഈശ്വര സന്നിധികൾ ഇവരെ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്മാർട്ട് പെൻ സഫാരിയുടെ ഈ വീഡിയോ ഇന്നിവിടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും